C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ദൈവമേ, ഞാനിത് റോഷ്നി ക്ഷണിച്ച പാർട്ടിക്ക് പോവാണെന്ന് എങ്ങനെ പറയും? സാറ് തെറ്റിദ്ധരിച്ചാലോ? എന്തടോ പെട്ടെന്ന് താനും ഊമയായി പോയോ? എന്താ സാർ? ഈടോ താനിത് എങ്ങോട്ടാ യാത്രയെന്ന്? ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ. ആഹാ, അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ഇയാൾക്ക്? ഞാൻ കരുതിയത് ആളൊരു ഒറ്റക്കുയിലാണെന്നാണല്ലോ. ഒറ്റക്കുയിലോ? കേട്ടിട്ടില്ലേ, ഇണയെ തേടി ഒറ്റയ്ക്കിരുന്ന് പാടുന്ന കുയില്, അതാണ് ഒറ്റക്കുയില്. അതിന്റെ പാട്ടിന് മധുരം കൂടുമെന്നാ നാട്ടുകാരൊക്കെ പറയുന്നേ. ദേ ഇങ്ങനെ ഒരു തമാശ പറഞ്ഞിട്ട് അതങ്ങോട്ട് ഏറ്റില്ലല്ലോടോ. ഇയാള് വേറെ ഏതോ ലോകത്താണല്ലോ. അങ്ങനൊന്നുമില്ല സാർ, ഞാൻ വെറുതെ. എങ്കിൽ ഞാനൊരു മോശം തമാശ പറച്ചിലുകാരനായിരിക്കും. സാരമില്ല, എന്തായാലും എന്റെ തമാശ കേട്ട് ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഒക്കെ ചിരിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോ സാറിനെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയായിരിക്കും ചിരിക്കുന്നത്. വാദ്യാരെ പിണക്കിയിട്ട് വെറുതെ ഗുരുശാപയെ കണ്ടെന്ന് കരുതിയിട്ട് ഏത് ഏറ്റില്ല. സോറി, ഇനി എന്തായാലും തമാശയില്ല. ഇയാളെ പോലെ കുറച്ച് സീരിയസ് ആയി കളയാം. അല്ല, അപ്പൊ എങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ? എന്ത് കാര്യം? എടോ, ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. എനിക്കുള്ള ഭക്ഷണവുമായി ഒരുപാട് കാലം കാത്തിരിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ കാണാൻ തന്നെ ഇരുന്നതാ. അതെ, അന്ന് ശാരദാമ്മ പറഞ്ഞതുപോലെ ഞാൻ എന്റെ അമ്മയമ്മാവനെ കൊണ്ടുവരട്ടെ വീട്ടിലോട്ട്, നമ്മുടെ കല്യാണാലോചനയ്ക്ക്. അയ്യോ, അതുടനെ വേണ്ട സാർ. അതെന്തോറ്റി വേണ്ടാത്ത? എടോ, പിന്നാലെ നടന്ന് ഒടുവിൽ നമ്മുടെ തോണി ഒന്ന് കരക്കെടുത്തു എന്ന് കരുതിയതാ. അപ്പൊ ഇയാള് വീണ്ടും നിസ്സഹകരണം തുടങ്ങിയ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സാറിനോട്, തൽക്കാലം ഒരു കല്യാണത്തെ പറ്റി ചിന്തിക്കാവുന്ന സാഹചര്യമല്ല ഞങ്ങളുടേത്. ഇപ്പോഴീ ദിവസങ്ങളിൽ ആവശ്യം കുറച്ച് പണമാണ്. എടോ, അതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതല്ലേ. ഞാൻ കുറച്ച് പണം തന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോ അതും വേണ്ടെന്ന് പറഞ്ഞു താൻ. പിന്നെ ഇയാളോട് ഞാൻ സ്ത്രീധനം ഒന്നും ചോദിച്ചില്ലല്ലോ. കല്യാണം കഴിഞ്ഞെന്ന് കരുതി കുടുംബശ്രീക്കാർക്ക് ഞാനൊരു സഹായാവത്തല്ലേ ഉള്ളൂ. ഞങ്ങളുടെ കമ്പനിയിലെ എക്സലന്റ് ആൻഡ് എഫിഷ്യന്റ് വർക്കേഴ്സിൽ ഒരാളാണ് റോഷ്നി. റോഷ്നിയുടെ സ്കൂൾ മേറ്റിനെ പരിചയപ്പെടാനായതിൽ സന്തോഷം. പ്ലീസ് കം, നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം പ്ലീസ്. ഇരിക്കെ. ശാരികയ്ക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് റോഷ്നി പറഞ്ഞു. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, യു ആർ ഓൾവേസ് വെൽക്കം. അയ്യോ സാർ, എനിക്ക് വീട്ടിൽ ചോദിക്കാതെ. ആയിക്കോളൂ, എനി ടൈം യു ആർ വെൽക്കം എന്ന് പറയുകയായിരുന്നു. അവളൊന്നും തുറന്നു പറയുന്ന കൂട്ടത്തിലല്ല സർ. ശാരികയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് മോശമാണ്. അതിനെന്താ, നമുക്കൊരു അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കാലോ. ഇങ്ങോട്ട് കയറി വന്നപ്പോ അമ്മ ഏതോ സങ്കടക്കയത്തില് മുങ്ങിത്താണോണ്ടിരിക്കുവായിരുന്നു. അതൊന്ന് എന്താന്ന് പറഞ്ഞാ മതി, ഞാനങ്ങ് വയ്ക്കോളാം. ഓ, അതെന്താന്ന് ഇനി പുതിയതായി പറയണോ? പതിവുള്ളതൊക്കെ തന്നെ. ഈ ഹോട്ടലിനെയും ഇവിടത്തെ സാധനങ്ങളെയും ആൾക്കാരെയൊക്കെ ഇനി കുറച്ചു നാളുകൂടിയേ കാണാൻ യോഗമുള്ളല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പറഞ്ഞിരുന്നില്ലേ 3-ാം തീയതി 10 ലക്ഷം രൂപ രാജേശ്വരിക്ക് കൊടുക്കണമെന്ന് വാക്ക് പറഞ്ഞിരിക്കുക. നമുക്ക് വേണ്ടി സംസാരിച്ചതും വാക്ക് കൊടുത്തതും ശ്രീരഞ്ജനിയാ. വാക്ക് തെറ്റിച്ച ആ കൊച്ചിനെയും കൂടി നാണം കെടുത്തലാകും. അതിലും ഭേദം ഇവിടുന്ന് അങ്ങ് ഇറങ്ങിക്കൊടുക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. അതൊന്നും വേണ്ട, അമ്മ സമാധാനായിട്ടിരിക്കുക. എന്തെങ്കിലും ഒരു വഴി തെളിയുടൻ തന്നെ. ഇതുവരെ തെളിയാത്ത ഏത് വഴിയാടി ഇനി ഉടനെ തെളിയാൻ പോകുന്നത്? ഒന്നും നടക്കില്ല, എനിക്കറിയാം. എന്തോന്നറിയാം? എന്റെ ശാരദാമ്മേ, 3-ാം തീയതിക്ക് ഇനി ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലോ. ഇപ്പോഴേ ആദ്യ പിടിച്ചും ഭക്ഷണം ഉപേക്ഷിച്ചും പ്രഷറും ഷുഗറും ഒക്കെ കൂട്ടണോ? കൂട്ടണം, അല്ലെങ്കിൽ അത് താനേ കൂടൂന്ന് ഉറപ്പാ. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ 10 ലക്ഷം രൂപ ഇവിടെ എന്റെ കൺമുന്നിൽ കൊണ്ടുവയ്ക്കണം. എന്താ, സാധിക്കോ? ഉത്തരം പറ.
ശ്യാമേ ശ്യാമേ കുഞ്ഞേച്ചി എന്റെ ബാഗ് ഉണ്ടായിരുന്നോ? എന്റെ ബാഗേ ഞാൻ എടുത്ത് തിന്നു. കോളേജിൽ നിന്ന് വരുമ്പം അവിടെ എവിടെയും വലിച്ചെറിയുമ്പോ ഓർക്കണം, രാവിലെ നോക്കുമ്പോ കാണില്ലാന്ന്. ഹോ, കണ്ടില്ലെന്ന് പറഞ്ഞ പോരെ, എന്തിനാ ഇത്രയും ഡയലോഗ് അടിക്കുന്നേ? കാരണം ഉണ്ടായിട്ട്. എടി, ഇപ്പൊ ബാഗ് അന്വേഷിക്കണമെങ്കിൽ ഇന്നലെ കോളേജിൽ നിന്ന് വന്നതിന് ശേഷം പുസ്തകം തുറന്നു നോക്കിയിട്ടില്ല എന്നല്ല എന്റെ അർത്ഥം. അപ്പൊ പിന്നെ നിനക്ക് എന്തായിരുന്നു ഇവിടെ പണി? അത് പറ, കേക്കട്ടെ ഞാൻ. ഹോ, ആളെ വിട് ചേച്ചി, ഞാനൊന്നും പറഞ്ഞില്ല. ഓ അല്ല, ചേച്ചി ഇതങ്ങോട്ട്? റോഷ്നി കാണാൻ. ആരേ റോഷ്നി? സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ എന്റെ അടുത്ത കൂട്ടുകാരിയായിരുന്നു. ഇവിടെ വന്നിട്ടുണ്ട്, നീ ഓർക്കാഞ്ഞിട്ടാ. അല്ല, ഈ ഫ്രണ്ടിനെ അല്ലേ കഴിഞ്ഞ ദിവസം കണ്ടു പറഞ്ഞേ? ഇതെന്താ ഒരുമാതിരി പോലീസ് മുറ പോലുള്ള കുറെ ചോദ്യങ്ങള്? കഴിഞ്ഞ ദിവസം കണ്ട ഫ്രണ്ടിനെ ഒന്നുകൂടി കണ്ടൂടെ ഈ നാട്ടില്? അല്ല, ഏയ് അത് സാരമില്ല, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ അവൾ ഓരോന്ന് ചോദിക്കുന്നത്. ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നു റോഷ്നി, അതിനാ വീണ്ടും കാണുന്നത്. അതിന് ചേച്ചി എന്ത് ജോലി ചെയ്യാൻ പോവാ? മുമ്പ് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. ഇത് നീ വിചാരിക്കുന്ന പോലെ ഓഫീസിൽ പോയി ചെയ്യുന്ന ജോലിയല്ല, വീട്ടിലിരുന്ന് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാവുന്ന ജോലിയാ. ഒരു കമ്പനിയുടെ പ്രോഡക്ട്സ് വാങ്ങിക്കാൻ നമ്മൾ ആൾക്കാരെ കണ്ടെത്തണം. അത് സൗന്ദര്യവർദ്ധക വസ്തുക്കളും മറ്റുമാണ് മെയിൻ. അതുകൊണ്ട് പെട്ടെന്ന് വിറ്റുപെക്കോളും. നമ്മൾ ഈ ബിസിനസ്സിലോട്ട് വേറെ ആൾക്കാരെ വീണ്ടും ചേർക്കുമ്പോ അതിന്റെ വരുമാനവും നമുക്ക് കിട്ടും. അങ്ങനെ ഒരു മാസം ലക്ഷങ്ങൾ വരെ സമ്പാദിക്കുന്നവരുണ്ടെന്നാ പറയുന്നത്. ഒരു പാർട്ട് ടൈം ജോലിയുള്ളത് നല്ലത് തന്നെയാ. പക്ഷെ പറഞ്ഞു കേട്ടത് വെച്ചേ ഇതൊരു തരം മണി ചെയിൻ ഏർപ്പാടാ. ഭൂരിഭാഗം മണി ചെയിൻ കമ്പനികളും തട്ടിപ്പാണ് ചേച്ചി. സർക്കാർ തന്നെ പലതും പൂട്ടിച്ചു കഴിഞ്ഞു. ഒപ്പം അവർ ഓഫർ ചെയ്യുന്ന ലക്ഷ്യങ്ങളും സ്വപ്നത്തിൽ മാത്രമായിരിക്കും. എന്തെങ്കിലും കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ നന്നായിട്ട് ആലോചിക്കണമെന്ന് മാത്രം. നിന്നോട് പറയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യോ മോളെ? ആദ്യം ഞാൻ പോയി എന്താണെന്ന് അറിയട്ടെ. പോയിട്ട് വരാമേ. ആ, ദൈവത്തെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പോമോളെ, ഒരു നല്ല കാര്യത്തിനല്ലേ. വാ. ഒരു പല്ലി. കഷ്ടമായല്ലോ. ഇനിയിപ്പോ പോണോ മോളെ? എന്തു പറ്റിയമ്മേ? അല്ല, എനിക്കെന്തോ ഒരു ആപൽ സൂചന പോലെ. എന്താന്ന് ചോദിച്ച പറയാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. ഇതേപോലെ എന്റെ ദേഹത്ത് പല്ലി വീണ ഒരു ദിവസമാ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോയത്. ഇന്ന് രാവിലെയും കൂടെ ഞാനത് ഓർത്തതേ ഉള്ളൂ. ഈ അമ്മയുടെ ഒരു കാര്യം. അന്ന് പല്ലി വീണില്ലായിരുന്നെങ്കിലും അയാൾ പോവില്ലായിരുന്നോ? അല്ല, അതിനുശേഷം എത്രയോ തവണ പല്ലികൾ വാതിലിനിടയിലിരുന്ന് വാല് മുറുക്കി മലർന്നും കമഴ്ന്നും ഒക്കെ നിലത്ത് വീഴുകയും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എന്തെങ്കിലും സംഭവിച്ചോ? എന്റെ അമ്മ, ഇതൊരു പഴയ വീടല്ലേ, പല്ലിയും പാറ്റിയും ഒക്കെ കാണും. നമ്മളെപ്പോലെ അതും കാല് വഴുതി വീഴുകയൊക്കെ ചെയ്യും. ചേച്ചി പോയിട്ട് വാ. എപ്പ തിരിച്ചു വരുമെന്ന് പറഞ്ഞാ മതി. കൂടിപ്പോയാ ഒരു 1-2 മണിക്കൂർ, അതിനുള്ളിൽ തിരിച്ചു വരാൻ പറ്റും. ശരി, ചേച്ചി ചെല്ല്. അവിടെ എത്തിയിട്ട് വിളിക്കണേ. അത് ഞാൻ മറന്നു. എന്നാ താനോടിച്ചോ. വാ. അപ്പടി. ഇങ്ങനെയാ ബുള്ളറ്റിന്റെ കിക്കർ അടിക്കുന്നത്. ഇങ്ങനെയാണോ? ഇയാള് കളിയാക്കൊന്നും വേണ്ട.
ഇങ്ങനെ അടിച്ചാ തിരിച്ചടിച്ച് കാല് പഞ്ചറാവില്ല. ആ ഓ ശരി, ഇനി ശ്രദ്ധിച്ചോളാം. കോമഡി നിർത്തിയിട്ട് ഇയാളിങ്ങോട്ട് കേറിക്ക. ഇനി നേരെ ചൊവ്വെ ഓടിക്കുന്നത് കൂടി നോക്കി പഠിച്ചോ. ശരി ശരി. അത് സ്പീഡ് കൂടിയല്ല, എനിക്ക് പേടിയാ, അതുകൊണ്ടാ. ആ ശരി ശരി, പിടിച്ചിരുന്നോണം. വളവും തിരിവും ഗട്ടറും ഒക്കെ ഉള്ള റോഡാ. ഓക്കെ. അല്ല, ഇയാൾക്ക് എന്താ സത്യഭാമയുടെ വീട്ടില് കാര്യം? അല്ല വല്ല പണം കടം വാങ്ങാനാ? ആ അതൊക്കെ പറഞ്ഞ അതൊരു വലിയ നീണ്ട കഥയാ. ഇയാക്കെ മനസ്സിലാവില്ല. നീണ്ട കഥയാണെങ്കിൽ വേണ്ട, ഒരു മിനിക്കഥയൊക്കെ കേൾക്കാനുള്ള ക്ഷമ എനിക്കിപ്പോഴുള്ളൂ. ആ അതാ ഇയാളോട് പറയാത്ത. ആളെ കാണുമ്പോഴേ അറിയാം മിനിക്കഥയെ ഇഷ്ടപ്പെടുമെന്ന്. അങ്ങനെയൊന്നുമില്ല, ഈ യാത്രക്കിടയിലാവുമ്പോഴേ നമുക്ക് മനസ്സിലായി മനസ്സിലായി. എന്തോ മനസ്സിലായോ എന്തോ. ഇടി പെങ്കൊച്ചെ, എനിക്ക് നിന്നോട് കട്ട പ്രേമാണെന്ന് നീ ആദ്യം മനസ്സിലാക്കുക. ഇയാള് ഈ വഴി പോവോ അതോ? ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അല്ല അത് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. എങ്കിൽ ശരി. മരുന്ന് പാക്കറ്റൊക്കെ ഉണ്ടല്ലോ കയ്യില്. പ്രീതി എവിടെ അങ്കിൾ? മോള് മുകളിലുണ്ട്. പ്രീതി, പ്രീതി, ശാലിനി വാ. പനി കുറവില്ലേ? ഇല്ല ശാലിനി, നീ ടാബ്ലറ്റ് കൊടുക്ക. എന്താ അമ്മേ? നീ ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചമ്മേ. വിഷ്ണു വന്നോ ഇങ്ങോട്ട്? ഇല്ലമ്മേ. ഛേ, അവനോടൊരു കാര്യം പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. മോള് വാ, അവന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം എടുക്കാനുണ്ട്. വാ. വിഷ്ണു,
വിഷ്ണു, ഇതെവിനെ എവിടെ പോയി? ഇത് തന്നെ രാമചന്ദ്രൻ നായരുടെ വീടിന്റെ ആധാരം. അവനോട് പറഞ്ഞേക്ക് ഞാനിതെടുത്തെന്ന്. ശരി, വാ പോവാ. എന്താ പ്രീതി? അമ്മ താഴെയുണ്ട്. മുൻവശത്തൂടെ നിങ്ങക്ക് പോകാൻ പറ്റില്ല. പിന്നെ താഴേക്ക് വേറെ വഴിയുണ്ടോ? ഉണ്ട്. ഞാൻ തന്നെ കൊണ്ടുപോകാം. വാ. ശരി, പോയിട്ടോ. അവൾക്കിപ്പോ ഒരു 10 ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട്. അതെന്നോട് സൂചിപ്പിച്ചിരുന്നു. ഓ, ഐ സി. 10 lakhs അല്ലേ? അതത്ര ചെറിയ തുകയൊന്നും അല്ലല്ലോ. ശാരിക ജ്യൂസ് കുടിക്കൂ. അല്ല റോഷിനി, ശാരികയെ നമ്മളൊന്ന് സഹായിച്ചാൽ ശാരിക നമ്മളോടും സഹകരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും സർ. എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയതുകൊണ്ട് പറയല്ല. ഷീസ് എ വെരി സിൻസിയർ പേഴ്സൺ. സാർ അങ്ങോട്ട് സഹായിച്ചാ ഇങ്ങോട്ടും കൂടെ നിൽക്കും. തീർച്ചയായും സർ. നമ്മളൊരു ജോലി ചെയ്താ 100% അതിനോട് കൂറ് കാണിക്കണമെന്ന അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. യെസ്, യു സെഡ് ഇറ്റ്. ശാരിക ജ്യൂസ് കുടിക്കൂ. സോറി സർ, വീട്ടിൽ നിന്നാ. ഓക്കെ. സാർ, എന്താടോ? സാർ, ഒരു കാര്യം. വാട്ട്? റോഷിനി ഒന്നും ഒരു പറയട്ടെ. യു ക്യാരി ഓൺ, ഞങ്ങളിപ്പോ വരാം. എന്താണോ ഇതൊക്കെ? അയാളെ പിടിച്ച് ഗേറ്റിന് പുറത്താക്കാനല്ലേ പറഞ്ഞേ, അല്ലാതെ അടിച്ച് ബോധം കെടുത്താനല്ലോ പറഞ്ഞത്. അങ്ങനെ വലിയ അടിയൊന്നും കൊടുത്തില്ല സാർ. അയാൾക്ക് ജന്യയുടെ അസുഖം ഉണ്ടായിരുന്നു. താഴെ വീണ് പിടഞ്ഞ് അയാളുടെ ബോധം പോയത്. എന്ത് മാരണമായാലും ശരി, അയാളെടുത്ത് വണ്ടിയിലിട്ട് വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കളാ. ചെല്ല്. പക്ഷെ ഭാമാന്റി പറഞ്ഞ പോലെ അതൊക്കെ ഒരു തമാശയായിട്ടേ ഞാൻ കണക്കാക്കൂ. തൽക്കാലം വിഷ്ണുവേട്ടന്റെ മൂഡ് ശരിയല്ലെന്ന് മനസ്സിലായി. ഞാൻ പ്രീതിയുടെ റൂമിലേക്ക് പൊക്കോളാം. അവളാവുമ്പോ എന്നെ പരിഹസിക്കില്ലെന്ന് ഉറപ്പുണ്ട്. അതാ നല്ലത്. ഓടിച്ചെല്ലങ്ങട്, ഓടിച്ചെല്ല്. പ്രീതി, 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 സുസ്മിതയാ. പ്രീതി. അയ്യോ, പ്രീതിയുടെ റൂമിലേക്കാ? അത് കുഴപ്പമാവൂലോ, അവിടെ അർജുനില്ലേ? പ്രീതി, സുസ്മി, പ്രീതി, സുസ്മിത, പ്രീതി, പ്രീതി.
ഇവിടെ നിക്ക വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താ വിഷ്ണുവേട്ടാ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ഒരു കാര്യം പറയാനാന്നേ. ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരി. ഇവിടെ ഇരി. എന്താ വിഷ്ണുവേട്ടാ? അവള് പോയോ? പോയി. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. വിഷ്ണുവേട്ടനെ രക്ഷപ്പെടുത്തിയത്. അല്ല, സുസ്മി എന്നോട് പിണങ്ങിപ്പോയതാണോ? ഞാനോ? വിഷ്ണുവേട്ടനോട് ആര് പറഞ്ഞു ഞാൻ പിണങ്ങിന്ന്? അല്ല, ഞാനപ്പോ അങ്ങനെയൊക്കെ കളി പറഞ്ഞപ്പോ സുസ്മിക്ക് സങ്കടമായില്ലേ? എന്തിന്? എനിക്കറിയാലോ വിഷ്ണുവേട്ടൻ എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെന്ന്. എന്നോട് നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങള് ലവ് ലെറ്ററിൽ എഴുതിയ ആളല്ലേ വിഷ്ണുവേട്ടൻ? അതെ അതെ. അല്ല, ഇപ്പൊ ഞാൻ എന്താണെന്നറിയോ, സുസ്മിയെ ടെസ്റ്റ് ചെയ്തതാ എങ്ങനെ പ്രതികരിക്കും നോക്കാൻ വേണ്ടിട്ട്. ടെസ്റ്റോ? എന്ത് ടെസ്റ്റ്? അതെന്താന്ന് വെച്ചാലേ, ഈ നമ്മുടെ ജീവിതം ഒരുമിച്ചാകുമ്പോഴേ ഒരുപാട് മുന്നോട്ട് പോകാനുള്ളതല്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും സുസ്മിയോട് ഞാൻ ദേഷ്യപ്പെട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ സുസ്മി എന്നോട് പിണങ്ങുമോന്ന് എനിക്കറിയണല്ലോ. അതിനുള്ള ടെസ്റ്റ്. ഓ അങ്ങനെ. എന്നിട്ട് ഞാൻ വിജയിച്ചോ? പിന്നല്ലാതെ, സുസ്മിത സൂപ്പർ അല്ലേ? അപ്പോ വിഷ്ണുവേട്ടൻ പരിഹസിച്ചതൊന്നും ആത്മാർത്ഥമായിട്ട് പറഞ്ഞതല്ലല്ലോ അല്ലേ? ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ പറയോ സുസ്മി? സത്യം പറഞ്ഞാലേ നിന്റെ മുഖത്തിന് നല്ല മാച്ചായി മേക്കപ്പ്. പിന്നെ നീ ഡ്രസ് ഇട്ടപ്പോ ഒരു രാജകുമാരെ പോലെ എനിക്ക് തോന്നിയത് കേട്ടോ. നല്ല തിളക്കമല്ലേ കാണാൻ? ആണോ? അത്രയ്ക്ക് ഇഷ്ടായോ വിഷ്ണുവേട്ടന്? പിന്നല്ലാതെ സൂപ്പർ അല്ലേ നീ? എന്നാ നമുക്ക് ഇപ്പൊ തന്നെ ഒരു ട്രിപ്പ് പോയാലോ? ഈ ഡ്രസ് ഇട്ട് നമുക്ക് കൊറേ സെൽഫി എടുക്കാം. പെട്ടല്ലോ ഭഗവാനെ. പോയാലോ വിഷ്ണുവേട്ടാ? അതെന്താ സുസ്മി, എനിക്കൊന്ന് ഒരുപാട് ജോലിയുണ്ട്, അതുകൊണ്ടാ. ട്രിപ്പ് നമുക്ക് മറ്റൊരു ദിവസം ആക്കാം, കുറച്ചുകൂടി സൗകര്യമായിട്ട്. ആണോ? ആയുഷോ? എന്ന് വെച്ചാ ഉറപ്പായും പോകാമോന്ന്? ഉറപ്പായിട്ടും പോവാം. അപ്പോ വിഷ്ണുവേട്ടൻ എന്നോട് പിണക്കമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, പിണക്കമില്ലെന്ന് മാത്രമല്ല ഭയങ്കര ഇഷ്ടാ. എന്നാ പിന്നെ നമുക്ക് മറ്റൊരു ദിവസം പോവാം. അന്നും ഞാൻ ഈ ഡ്രസ് തന്നെ ഇട്ടോണ്ട് വരാം. മതി. അപ്പോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, ഇപ്പൊ നീ ഒന്ന് പോയി തന്നാ മതി. അയ്യോ അതെന്താ? അതെന്താന്നറിയോ, നീ ഇവിടെ വന്നാലേ നിന്റെ അടുത്ത് വന്ന് ഇരിക്കാനും സംസാരിക്കാനൊക്കെ തോന്നുന്നു എനിക്ക്. പിന്നെ എന്റെ ഒരു ജോലി നടക്കൂല, പിന്നെ നമ്മുടെ ട്രിപ്പ് മാറ്റി വെക്കേണ്ടതായിട്ട് വരും, അതുകൊണ്ടാ. അപ്പൊ ഞാൻ പോവാല്ലേ? അതാ നല്ലത്. ശരി വിഷ്ണുവേട്ടാ. ഇനി എന്താ? നീ എന്താ കൊറേ നേരമായിട്ടൊന്നും മിണ്ടാത്തെ? അർജുനേട്ടനെ എങ്ങനെ ഈ വീടിന് പുറത്തു കടത്തുന്നുള്ളൊരു ടെൻഷനാ. ഒപ്പം അർജുനേട്ടൻ പോകുകയാണെന്നുള്ളൊരു സങ്കടവും. ഹേ, അതൊന്നും സാരമില്ല. നമുക്കൊരു രാത്രി കൂടി കിട്ടിയിരിക്കല്ലേ? അതെ, ഈ രാത്രി അവസാനിക്കരുതെന്നാ എന്റെ ആഗ്രഹം. അയ്യോ, അപ്പൊ നമുക്ക് വിശക്കില്ലേ? പിന്നെ എനിക്ക് കോടതിയിലും പോണം. കോടതിയിൽ പോയാലേ എനിക്ക് ഫീസ് കിട്ടൂ. അതുകൊണ്ടല്ലേ ജീവിക്കാൻ പറ്റൂ. ഞാൻ പോയില്ലേ പിന്നെ എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന കക്ഷികളും ജൂനിയേഴ്സും ഒക്കെ എന്ത് ചെയ്യും? ആ, കോടതിയെയും കക്ഷികളെയും ജൂനിയേഴ്സിനെയൊക്കെ വിട്ടേക്ക് അർജുനേട്ടാ. ഇപ്പൊ ഞാനാണ് അർജുനേട്ടന്റെ ഏക കക്ഷി, ജൂനിയറും ജഡ്ജും ഒക്കെ. മനസ്സിലായോ? യെസ് യുവർ ഓണർ. സാർ,
ഇതാണ് ആന്റി അർജുൻ ശങ്കറിന്റെ കോൾ ലിസ്റ്റ്. യെസ്, എന്റെ സംശയം ശരിയാ സുരേഷ്. ഇതല്ലേ അർജുന്റെ ഫോണിലേക്ക് ഒന്ന് അവസാന കോൾ? അതെ. ഇത് അവളുടെ നമ്പറാണ്, പ്രീതിയുടെ, അതായത് സത്യഭാമയുടെ മകളുടെ. അതുകൊണ്ടെന്താ, അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ സ്വാഭാവികമല്ലേ? അതത്ര സ്വാഭാവികമല്ല സുരേഷ്. അവര് തമ്മിൽ അകന്ന് കഴിയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പ്രീതിയെ വിളിക്കുന്നതിൽ നിന്ന് ഞാൻ അർജുനെ വിലക്കിയിരുന്നു. സത്യഭാമയും അങ്ങനെ തന്നെ. അർജുനെ കാണുകയോ സംസാരിക്കുകയോ അരുതെന്ന് പ്രീതിയോട് കർശനമായി പറഞ്ഞിട്ടുണ്ട് സത്യഭാമ. എങ്കിലും വിലക്ക് ലംഘിച്ച് രണ്ടുപേരും പരസ്പരം വിളിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒന്നിച്ച് ജീവിക്കാമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ കാര്യങ്ങളെല്ലാം തകിടം മറിച്ചത് ആ സംഭവമായിരുന്നു. ഏത് സംഭവം? ഞാൻ സുരേഷിനോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ലേ, ഒരു പെണ്ണുകാണൽ ചടങ്ങിനെ കുറിച്ച്. ഒരു മാറ്റക്കല്യാണത്തിന്റെ ആലോചനയായിരുന്നു അത്. അർജുന്റെ അനിയത്തിയെ വിവാഹം കഴിക്കുന്ന പയ്യന്റെ സഹോദരിയെ അർജുൻ വിവാഹം കഴിക്കണം, ഇതായിരുന്നു ധാരണ. പക്ഷേ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് സത്യഭാമ വന്ന് കയറി. അപ്പോഴാണ് സത്യഭാമയുടെ ഉള്ളിലിരിപ്പ് വേറെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോ എന്ത് സംഭവിച്ചു? അർജുനെ കൊണ്ട് വീണ്ടും പ്രീതിയുടെ കഴുത്തിൽ താലി കെട്ടിക്കുമെന്ന് സത്യഭാമ എന്നെ വെല്ലുവിളിച്ചു. അവരുടെ മനസ്സിൽ അർജുനോട് അത്ര വലിയ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. അർജുൻ പ്രീതിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ എല്ലാം മറന്ന് അവരെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കാമെന്ന് സത്യഭാമ പറഞ്ഞിട്ടുള്ളതാ. ചുരുക്കി പറഞ്ഞ മകളെ എങ്ങനെയെങ്കിലും അർജുന്റെ തലയിൽ കെട്ടിവെക്കണമെന്ന് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അർജുന് വേറെ വിവാഹാലോചന നടക്കുന്നെന്ന് കണ്ടപ്പോ സത്യഭാമയ്ക്ക് ഭ്രാന്ത് കയറി. ഗുണ്ടാ നേതാവായ മകനെ അവർ ഉടൻ വിളിച്ചു വരുത്തി. അവിടെ വെച്ച് അവര് പറഞ്ഞത് അർജുന് വിവാഹാലോചനയുമായി പടി കയറുന്നവരുടെ കാല് വിട്ടുവെന്ന്. പിന്നീട് ആ വൈരാഗ്യത്തിൽ അവർ അർജുനെ അപായപ്പെടുത്തിയെന്നാണോ ആന്റിയുടെ സംശയം? അല്ല, ഇപ്പോഴെന്റെ സംശയം മറ്റൊന്നാ. തന്നെ ഉപേക്ഷിച്ച് അർജുൻ വേറൊരു വിവാഹത്തിന് തുനിയുമെന്ന് മനസ്സിലാക്കിയ പ്രീതിയും അവനെതിരെ തിരിഞ്ഞതാ. പക്ഷേ പുറമേ അവളത് കാണിക്കാതെ സത്യഭാമയുടെ ഉപദേശപ്രകാരം അടുപ്പം നടിച്ച് അവൾ എവിടേക്കെങ്കിലും വിളിച്ചു വരുത്തിയിട്ടുണ്ടാവണം. അവിടെ നിന്നും ബലപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ അടുപ്പം ഭാവിച്ചോ അർജുനെ സത്യഭാമയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവന്റെ മനസ്സ് മാറ്റിയെടുക്കാനും പ്രീതിയെ പിന്നെയും തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് സത്യഭാമ. ചുരുക്കി പറഞ്ഞ അർജുൻ അവരുടെ വീട്ടിൽ തന്നെ കാണുമെന്നുള്ളത് 100% ഉറപ്പാ. ആയിക്കോട്ടെ, അർജുന്റെ സമ്മതത്തോടെയാണതെങ്കിൽ പിന്നെന്താ കുഴപ്പം? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സമ്മതത്തോടെയാണെങ്കിൽ പിന്നെ എന്തിന് അർജുൻ ഫോൺ ഓഫാക്കി വെക്കണം? ഇത് കിഡ്നാപ്പിംഗ് തന്നെയാണ് സുരേഷ്. 100% തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കൽ. ആ വീട് സെർച്ച് ചെയ്തേ പറ്റൂ, ഇപ്പൊ തന്നെ. എന്താണ് വസുമതി കുഞ്ഞമ്മേ സത്യഭാമയുടെ വീട്ടുനടയിൽ? ധനസഹായം വല്ലതും പ്രതീക്ഷിച്ചുള്ള വരവാണെങ്കിൽ ഈ വരാന്തയിലിരിക്കാം. പിള്ളച്ചേട്ടൻ വിളിക്കുമ്പോഴേ അകത്തേക്ക് കയറിയാ മതി. സോറി, ഒരിക്കൽ നിർഭാഗ്യത്തിന് ഈ പടി കയറേണ്ടി വന്നപ്പോ നിങ്ങൾ തന്ന ധനം കൊണ്ട് തന്നെ മനസ്സ് സംതൃപ്തിയായിരിക്കുക. ഇനിയും സഹായം ചെയ്ത് ദ്രോഹിക്കരുത്. ഇപ്പൊ ഞാൻ വന്നത് എന്റെ മുതൽ വീണ്ടെടുത്തോണ്ട് പോവാനാ. അല്ലാതെ നിന്റെ ഇന്ന് പലിശയ്ക്ക് കാശെടുക്കാനല്ല. അതിന് നിന്റെ മുതൽ ഇവിടെയാണോ കുഴിച്ചിട്ടിരിക്കുന്നത്? കുന്തം പോയാ കൊടത്തിലും തപ്പണോന്നാ. നമുക്കൊന്ന് തപ്പി നോക്കാം, എന്തേലും കിട്ടുമെന്നറിയാലോ. അങ്ങോട്ട് കയറി വാരി വലിച്ചിട്ട് തപ്പണം സാറേ. എന്റെ മോൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പാ. അതൊക്കെ രണ്ടാമത്. നിങ്ങളുടെ മോനെ കാണാതായാൽ നാട്ടിലുള്ള വീടുകൾ മുഴുവൻ തിരയാൻ എന്തെങ്കിലും വകുപ്പുണ്ടോന്ന് അറിയണം എനിക്ക്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം സാർ, നമ്മളിവിടെ വന്നതിന്റെ കാര്യം എന്താണെന്ന്.
സ്വിച്ച് ഓഫ് ആകുന്നതിന് മുമ്പ് അർജുൻ ശങ്കറിന്റെ നമ്പറിലേക്ക് വന്ന ലാസ്റ്റ് കോൾ ഇവിടുത്തെ കുട്ടി വിളിച്ചതാണ്, പ്രീതി. ഇതാണ് സെർച്ച് വാറന്റ്. ഇനി എന്താണ് താമസം? അങ്ങോട്ട് കയറി നോക്കണം സാർ, പ്ലീസ്. 1 മിനിറ്റ്. നേരത്തെ സ്റ്റേഷനിൽ വെച്ച് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇവിടെ വെച്ച് നിങ്ങൾക്ക് അവനെ കിട്ടിയില്ല എങ്കിൽ അനുഭവിക്കേണ്ടി വരും സെർച്ച് ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും. സെർച്ച് ചെയ്യുന്നതേ സത്യഭാമയുടെ വീടാണെന്നുള്ള കാര്യം മറക്കരുത്. സോറി സത്യാമ്മേ, വാറന്റ് കണ്ടതല്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യേണ്ടി വരും. കമോൺ സെർച്ച്. എന്തിനാ മുഖം കാണിക്കുന്നത്? അതും പരിചയമില്ലാത്ത ആൾക്കാരുടെ മുന്നിൽ വെച്ച്. അതെന്റെ വിഷയമല്ല. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാ. ചിലപ്പോ എന്റെ മകനാണ് ഈ വേഷം മാറി പോകുന്നതെങ്കിലോ? എന്താ ഇവിടെ? എനിക്ക് ഈ കുട്ടിയുടെ മുഖം കാണണം. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ തന്നെ മാറ്റാം ഈ മുഖാവരണം. നിർത്ത. നിന്നോട് ഞാൻ ഒരു വട്ടം പറഞ്ഞു, എന്റെ അതിഥികളെ അപമാനിക്കരുതെന്ന്. മതാചാരങ്ങൾ മാനിക്കപ്പെടേണ്ടതാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും സത്യഭാമയുടെ വീട്ടിൽ അതിന്റെ ലംഘനം ഞാൻ അനുവദിക്കില്ല. മാഡം പ്ലീസ്, മാഡത്തിന്റെ പരാതി സോൾവ് ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ എന്റെ മുന്നിൽ വെച്ച് എന്റെ സാന്നിധ്യത്തിൽ മാഡം ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ നടപടിയെടുക്കേണ്ടി വരും എനിക്ക്. പ്രത്യേകിച്ചും വിശ്വാസത്തെ സംബന്ധിക്കുന്നതാകുമ്പോൾ അത് വലിയ അപകടമാണ്. ഇപ്പോഴാണ് നിങ്ങൾ മെച്ചൂർഡായിട്ട് സംസാരിച്ചത്. മോള് പൊയ്ക്കോ. ആന്റിയുടെ എല്ലാ പ്രാർത്ഥനയും മോൾക്കുണ്ടാവും, മോളുടെ കുടുംബജീവിതത്തിനും. പൊയ്ക്കോ. ഞാൻ അബദ്ധം പറ്റിപ്പോയി ചേച്ചി. ആ പെണ്ണ് ഇത്രയും കുഴപ്പമാണെന്ന് അറിയില്ലായിരുന്നു. കയ്യിന്ന് കാശെണ്ണി വാങ്ങിച്ചിട്ട് അബദ്ധം പറ്റിയെന്നോ? അവള് നേരെ ചെന്നങ്ങ് നിന്നത് പോലീസിന്റെ മുമ്പിലേക്കാ. കൂട്ടത്തിൽ ആ ലെക്ചററും ഉണ്ടായിരുന്നു. അവന്റെ ഉപദേശം കേട്ട് ഇവളത് വല്ല പീഡന കേസ് ആക്കണോന്ന് വാശി പിടിച്ചിരുന്നെങ്കിലേ നീയൊക്കെ ഇപ്പൊ അകത്താ. പിന്നീട് നിന്നെ കൊണ്ടൊക്കെ എന്റെ പേര് കൂടി ഛർദിപ്പിച്ചേനെ പോലീസ്. പത്രവും ചാനലും ഒക്കെ കൂടി കൂട്ടം മണിയടിച്ചിങ്ങ് വരും. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അളിയൻ അപ്പോഴേ പറഞ്ഞതാ ഇത് ഏണിയാവൂന്ന്. അത് തന്നെ നടന്നു അല്ലേ അളിയ? നിന്റെ അളിയം ഒഴിഞ്ഞതുകൊണ്ടൊന്നും അല്ല, ഇവന്മാരുടെ കഴിവ് കേട്. അത് പറഞ്ഞാ മതിയല്ലോ. ഇറങ്ങിപ്പോടാ മുന്നിന്ന്, വേഷം കിട്ടി നിക്കാതെ. എന്തു പറ്റി രാജേശ്വരി? നീ വലവിരിച്ചിട്ട കിളി അങ്ങ് പറന്നു പോവാൻ? സത്യം പറഞ്ഞ ആ വാർത്ത അറിഞ്ഞപ്പോ എനിക്ക് മുമ്പേ തോന്നിയത് പടക്കം പൊട്ടിക്കാനാ. ആ പൊട്ടിക്കും പൊട്ടിക്കും. ചേച്ചി, അളിയൻ ഇതിലെന്തോ മനസ്സറിവുണ്ടെന്നാ ഇപ്പൊ എനിക്കൊരു സംശയം. എന്തൊക്കെയായാലും സ്വന്തം മകളല്ലേ, ചിലപ്പോ വിവരം അങ്ങോട്ട് ചോർന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇത്രയും സീക്രട്ടായിട്ട് നടത്തിയ ഓപ്പറേഷൻ എങ്ങനെ പൊളിയാനാ? വേണ്ടാത്ത പറഞ്ഞോണ്ടല്ലോ.
നീയൊക്കെ എന്ത് കൊള്ളരുതായ്മ കാട്ടിയാലും അതിനൊക്കെ കൂട്ടി നിൽക്കുന്ന എന്നെ കുറിച്ച് തന്നെ നിങ്ങൾ പറയണത്. കൊള്ളരുതാഴുകയോ? ദേ, ഇവൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഞാൻ ഈ മുറ്റത്ത് പുതിയൊരു തൈത്തെങ്ങ് വെക്കും. നിങ്ങളുടെ ശവക്കുഴിയുടെ മുകളിൽ തന്നെ. കുഴി വെട്ടാൻ പോയാലേ രാജേശ്വരി അതിൽ നീ തന്നെ വീഴുകയുള്ളൂ. അത്രയ്ക്ക് നല്ല സമയമാ നിനക്ക്. പണ്ട് പാർട്ടിക്കാർ ജാഥ നടത്തുമ്പോ എണ്ണാമെങ്കിൽ എണ്ണിക്കുമെന്ന് പറഞ്ഞതുപോലെയാ ഇപ്പൊ നിന്റെ തോൽവികൾ. 10 ലക്ഷം കൊടുത്ത് ശാരദയും മക്കളെയും അവിടുന്ന് പുറത്താക്കാൻ ശ്രമിച്ചപ്പോൾ മുതൽ തുടങ്ങിയതായിരുന്നു. ഇപ്പതേ ഈ സംഭവത്തെ ഇന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ഇനി ഇതുപോലത്തെ സാഹസത്തിനൊക്കെ മുതിർന്ന ഭാഗ്യം തുണയ്ക്കണമെന്നില്ല. അതോർത്താ കൊള്ളാം. ജയിലിൽ ചപ്പാത്തി വരുത്താൻ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മം വിചാരിച്ചാലും തടുക്കാൻ പറ്റില്ലല്ലോ. മാറി നിൽക്കണം അങ്ങോട്ട്. ആ പിന്നെ മറ്റൊരു വിശേഷം പറയാൻ മറന്നു. ഈ വരുന്ന 1-ാം തീയതി ബ്ലൂ ഡയമണ്ട് ക്ലബ്ബുകാരുടെ വക ഒരു ഫുഡ് കോമ്പറ്റീഷൻ ടൗണിൽ നടക്കുന്നുണ്ട്. വർഷാവർഷം നടത്താറുള്ള ആഘോഷമാണ്. ഇത്തവണ 10 ലക്ഷമാ പ്രൈസ് മണി. 1-ാം സ്ഥാനത്തെത്തുന്ന ആൾക്ക് അപ്പൊ തന്നെ ആ പണവും ട്രോഫിയും കയ്യിലോട്ട് കിട്ടുകയും ചെയ്യും. കുടുംബശ്രീ ശാരദയും ആ പാചക മത്സരത്തിന് പേര് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ശാരദയ്ക്കെങ്ങാനും ആ പ്രൈസ് അടിച്ച രാജേശ്വരി, അതോടെ തീരും നിന്റെ ഈ കളികളൊക്കെ. ശാരദയ്ക്കോ മക്കൾക്കോ കൈപുണ്യത്തിന് ഒരു കുറവുമില്ലെന്നറിയാലോ. കോമ്പറ്റീഷനിൽ 1-ാം സ്ഥാനം കിട്ടിയ ആ 10 ലക്ഷം നമുക്ക് തന്ന് അവര് കണക്ക് തീർക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. ACP ശ്രീരഞ്ജിനി ഇടയിലുള്ളതുകൊണ്ട് പിന്നെ ഒന്നും ചോദിച്ച് നിനക്ക് അവരെ ശല്യം ചെയ്യാൻ പറ്റില്ല. ഈ പാമ്പും കോണിയും കളിയില് നിന്നെ പാമ്പ് വിഴുങ്ങിയെന്ന് അർത്ഥം. ഈശ്വരോ രക്ഷിതു. ചില നേരത്തെ അളിയന്റെ സ്വഭാവം കണ്ടാൽ ചവിട്ടി കൂട്ടാൻ തോന്നും. പക്ഷെ പറഞ്ഞ രീതി അത്ര ശരിയല്ലെങ്കിലും അളിയനിപ്പ പറഞ്ഞതിൽ അല്പ കഴമ്പുണ്ടോ എന്നൊരു തോന്നൽ. എന്ത് കഴമ്പ്? പാചക മത്സരം, ശാരദാമ്മ, 10 ലക്ഷം. ആണോ? എന്നാ അങ്ങനെ ഒരു പാചക മത്സരം വഴി 10-11 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ അത് ഈ രാജേശ്വരിയുടെ കയ്യിലിരിക്കുവടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.